തമിഴ് ഗ്രാമങ്ങളും പൂപ്പാടങ്ങളും കൃഷിയിടങ്ങളും പിന്നിട്ട് പുണ്യനഗരിയും തീർത്ഥാടന കേന്ദ്രവുമായ രാമേശ്വരത്തേക്കാണ് യാത്ര. അവിടെ നിന്നും ധനുഷ്കോടിയിലേക്കും. ഒറ്റ രാത്രി കൊണ്ട് ഒരു വലിയ ജനസമൂഹത്തെ കടൽ തിരമാലകളാൽ തുടച്ചു മാറ്റപ്പെട്ടതിന്റെ സ്മാരക ശേഷിപ്പുകൾ കാണണം. ഇന്ത്യൻ യുവത്വത്തെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഇന്ത്യൻ മിസൈൽമാൻ, ഭാരതത്തിന്റെ പ്രസിഡന്റായിരുന്ന ആരാധ്യനായ APJ അബ്ദുൽ കലാമിന്റെ ഭവനവും സ്മാരകവും സന്ദർശിക്കണം. അതിരാവിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ടതാണ്. ഇപ്പോൾ ഏകദേശം ഉച്ചയോടടുക്കുന്നു. ഇന്ത്യയുടെ എക്കാലത്തെയും പ്രൗഢ നിർമ്മിതികളിലൊന്നായ പാമ്പൻ പാലം കടന്നു വേണം രാമേശ്വരത്തേക്ക് പ്രവേശിക്കുവാൻ. ഞങ്ങൾ പാമ്പൻ പാലത്തിന്റെ പടിവാതിലിലെത്തി. പാമ്പൻ പാലം രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നാണ് പാമ്പൻ പാലം. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയുടെ ഭാഗമായ പാമ്പൻ ദ്വീപിനെ പ്രധാന കരയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് പാമ്പൻ പാലം. തീവണ്ടിക്ക് പോകുവാനുള്ള പാലവും മറ്റു വാഹനങ്ങൾക്കായുള്ള പാലവും സമാന്തരമായി ഉണ്ടെങ്കിലും തീവണ്ടി പാലത്തിനെയാണ് പ്രധാനമായും പാമ്പൻ പാലം എന്ന് വിളിക്കുന്നത്. റോഡ് പാലത്തേക്കാൾ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള തീവണ്ടി പാലത്തിന് ഈ പേര് പണ്ടേ പതിഞ്ഞിരുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാന നിർമ്മിതികളിലൊന്നാണിത്. നിരവധി പ്രത്യേകതകളുള്ള പാമ്പൻ പാലത്തിന് ഒരു വിശേഷണം കൂടിയുണ്ട്. ലോകത്തെ ഏറ്റവും നീളം കൂടിയ അസാധാരണമായ പാലം. നാഷണൽ ജിയോഗ്രാഫിക് ചാനൽ ലോകമെമ്പാടും നടത്തിയ പഠനങ്ങൾക്ക് ശേഷമാണ് ഈ പദവി നൽകിയിരിക്കുന്നത്. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള പാമ്പൻ പാലത്തിന് 2 കിലോമീറ്ററും 345 മീറ്ററുമാണ് നീളം. പാക് കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് കടന്നു പോകുവാൻ സൗകര്യമൊരുക്കി പകുത്തുമാറാൻ കഴിയുന്ന രീതിയിലാണ് പാലത്തിന്റെ നിർമ്മാണം. 100 കൊല്ലം മുമ്പായിരുന്നു ഈ സാങ്കേതിക വിദ്യ ഏർപ്പെടുത്തിയിരുന്നതെന്ന് ആലോചിക്കണം. അന്നത്തെ സാങ്കേതിക വളർച്ച വെച്ച് നോക്കുമ്പോൾ അത്യാധുനികമായിരുന്നു ഈ ലിഫ്റ്റ്. ലണ്ടനിൽ നിർമ്മിച്ച് ഭാഗങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കുകയായിരുന്നു. മീറ്റർ ഗേജ് തീവണ്ടികൾക്ക് മാത്രം കടന്നുപോകാൻ കഴിഞ്ഞിരുന്ന പഴയ പാലം റെയിൽവേ വിപുലീകരണത്തിന്റെ ഭാഗമായി 2007 ബ്രോഡ് ഗേജായി മാറി. പാമ്പൻ പാലത്തിന്റെ ചരിത്രത്തിന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കാലത്തോളം തന്നെ പഴക്കമുണ്ട്. പാക് കടലെടുക്കിന് കുറുകെ പാലം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാർക്ക് പ്രചോദനമായത് ധനുഷ്കോടിയും ശ്രീലങ്കയുമായുള്ള സാമീപ്യമാണ്. രാമേശ്വരത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് സമുദ്രത്തിലേക്ക് നീണ്ടുകിടക്കുന്ന തുരുത്താണ് ധനുഷ്കോടി. ഇവിടെ നിന്നും ശ്രീലങ്കയിലേക്ക് കടലിലൂടെ 16 കിലോമീറ്റർ മാത്രമേയുള്ളൂ. ചരക്കുകളും മറ്റും ദക്ഷിണേന്ത്യയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ധനുഷ്കോടിയിലേക്ക് എത്തിക്കാൻ ഏക തടസ്സം പാക് കടലിടുക്കായിരുന്നു. 1914 ഫെബ്രുവരി 24 പാല നിർമ്മാണം പൂർത്തിയായി. പാമ്പൻ പാലം യാഥാർത്ഥ്യമായതോടെ ദക്ഷിണേന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ശ്രീലങ്കയിലേക്കുള്ള പോക്കുവരവ് ഏറെ എളുപ്പമായി. പാലം പണിയും മുമ്പ് മണ്ഡപം വരെ സർവീസ് നടത്തിയിരുന്ന ട്രെയിൻ ധനുഷ്കോടി വരെയാക്കി. ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലെ തലൈമന്നാറിലേക്ക് നിരവധി ചെറുകപ്പലുകൾ സർവീസ് തുടങ്ങി. അവിടെ നിന്ന് കൊളംബോയിലേക്ക് വേറെ ട്രെയിനുകൾ. കോയമ്പത്തൂരിൽ നിന്നും കോട്ടയത്തു നിന്നുമെല്ലാം ഒറ്റ ടിക്കറ്റിന് കൊളംബോ വരെ എത്താമായിരുന്നു. 3 ഭാഗവും കടലിനാൽ ചുറ്റപ്പെട്ട ധനുഷ്കോടിക്ക് ഒരു ആധുനിക നഗരത്തിന്റെ എല്ലാ കെട്ടും മട്ടുമുണ്ടായിരുന്നു. അന്ന് 1964 ഡിസംബർ 22 രാത്രിയിലുണ്ടായ അതിശക്തമായ ചുഴലിക്കാറ്റ് പാമ്പൻ ദ്വീപിനെ തകർത്തെറിഞ്ഞു. മധുരയിൽ നിന്നും 115 യാത്രക്കാരുമായി മധുര ധനുഷ്കോടി ട്രെയിൻ പാലത്തിലൂടെ ധനുഷ്കോടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നാകെ കടലിലേക്ക് ഒലിച്ചുപോയി. ട്രെയിനിൽ കൂടുതലും വിദ്യാർത്ഥികളായിരുന്നു. ക്രിസ്തുമസ് അവധിക്ക് നാട്ടിലേക്ക് വന്ന അവർ ആരും രക്ഷപ്പെട്ടില്ല. അന്ന് ട്രെയിനിലുണ്ടായിരുന്ന TTR മലയാളിയായ നാരായണൻ നായരായിരുന്നു. ധനുഷ്കോടി പട്ടണവും റോഡും തീവണ്ടിപ്പാളവും എല്ലാം പൂർണ്ണമായി നശിച്ചു. പാമ്പൻ പാലത്തിന് കാര്യമായ കേടുപറ്റി. പാലത്തിന്റെ നടുവിലെ ലിഫ്റ്റ് ചുഴലിയിലും തകർന്നില്ല. ഈ ഭാഗം നിലനിർത്തി പിന്നീട് പുതുക്കിപ്പണിതാണ് ഇപ്പോഴുള്ള പാലം. ദുർഘടമായ കൊങ്കൺ പാതയും ഡൽഹി മെട്രോയും പണിയാൻ നേതൃത്വം വഹിച്ച ഈ ശ്രീധരനാണ് പാമ്പൻ പാലവും പുതുക്കിപ്പണിയാൻ നേതൃത്വം വഹിച്ചത്. പുതിയ ബ്രോഡ് ഗേജ് പാലം നിർമ്മിക്കണമെങ്കിൽ 800 കോടി രൂപ ചെലവ് വേണ്ടിവരുമെന്നതിനാൽ പാമ്പൻ പാലം ഉപേക്ഷിക്കേണ്ട സാഹചര്യം വന്ന കാലഘട്ടത്തിലാണ് APJ അബ്ദുൽ കലാം രാഷ്ട്രപതിയാകുന്നത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പാലം പുതുക്കിപ്പണിത് ബ്രോഡ് ഗേജ് ആക്കാൻ IIT വിദഗ്ധരുടെ സഹായത്താൽ കഴിഞ്ഞു. 2007 പാമ്പൻ പാലം ബ്രോഡ് ഗേജായി മാറി. 24 കോടിയായിരുന്നു ചിലവ്. 2009 ചരക്ക് തീവണ്ടികൾക്ക് പോകാൻ കഴിയും വിധം ശക്തിപ്പെടുത്തി. ഇതുവഴി ഒരു മാസം 10 കപ്പലുകളെങ്കിലും കടന്നു പോകുന്നുണ്ട്. കടലിന് കുറുകെ പാമ്പൻ പാലത്തിലൂടെ ട്രെയിനുകൾ തേരട്ടയെപ്പോലെ ഇഴഞ്ഞു നീങ്ങുന്ന കാഴ്ച വിസ്മയകരമാണ്. ദിവസവും രാവിലെ 6:30, 7:30, 9:30, 10:30, 11:30, 11:45, ഉച്ചയ്ക്ക് 2:45, 3:45, വൈകുന്നേരം 6:30, 7:30 തുടങ്ങി ഏകദേശം 20 ട്രെയിനുകൾ ദിനേന കടന്നുപോകുന്നു. ഇവിടം സന്ദർശിക്കുന്നവർ ഈ മനോഹര ദൃശ്യം ഒരു കാരണവശാലും കാണുവാൻ മറക്കരുത്. കഴിയുമെങ്കിൽ രാമേശ്വരത്തു നിന്നും ധനുഷ്കോടി വരെ ട്രെയിനിൽ ഒരു യാത്ര കൂടി തരപ്പെടുത്തണം. പാമ്പൻ പാലത്തിലെ കാഴ്ചകൾ കണ്ടിരുന്ന് സമയം പോയതറിഞ്ഞില്ല.
എത്രയും വേഗം രാമേശ്വരത്ത് എത്തണം. ഉച്ചഭക്ഷണവും കഴിഞ്ഞ് ഇന്ന് തന്നെ ധനുഷ്കോടിയിലേക്ക് പോകേണ്ടതുണ്ട്. തൽക്കാലം പാമ്പൻ പാലത്തിന് വിട പറയുകയാണ്. ഇനി രാമേശ്വരത്തേക്ക്.